മഹാരാഷ്ട്രയിൽ അനുദിനം മറിയുന്ന രാഷ്ട്രീയ ട്വിസ്റ്റുകളുടെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത വരുന്നത് ഉദ്ധവ് എംഎൽഎമാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. അതിൽ പങ്കെടുത്ത ഭൂരിഭാഗം എംഎൽഎമാരുടെ മനസ്സറിയുക എന്നുള്ളതായിരുന്നു ഈ യോഗത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ മന്ത്രിസഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് പക്ഷത്തുള്ള ശിവസേന എംപിമാർ ഫട്നാവിസ് സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള അഭ്യൂഹം പരക്കുന്നതിനിടയിലാണ് ഉദ്ധവ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പക്ഷേ ഈ യോഗത്തിലും തീരുമാനമൊന്നുമായില്ല. എംഎൽഎമാർ ഫട്നാവിസിന് അനുകൂലമായി സഭയിൽ വോട്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഇതിനിടയിൽ കോൺഗ്രസുമായോ ഇനി NCPയുമായോ സഖ്യമില്ല എന്നും ഒറ്റയ്ക്കാണ് ഇനി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പോരാടുകയെന്നും ഉദ്ധവ് വ്യക്തമാക്കി. ഈ വരുന്ന പൂനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നും കൂടി ഉദ്ധവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഉദ്ധവിൻ്റെ ശിവസേനയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനെത്തുന്ന ശരത് പവാറാണ്. പക്ഷേ ഇപ്പോൾ പവാറിൻ്റെ പവർ കുറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ഇടപെടുന്നില്ല. അദ്ദേഹത്തെ ഉദ്ധവ് കാണാനും പോകുന്നില്ല. സാധാരണ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉദ്ധവ് നേരെ പോകുന്നത് പവാറിൻ്റെ വസതിയിലേക്കാണ്. പവാറിനെ കണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഉദ്ധവ് ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു. MLAമാർ ഏതാണ്ട് ഭരണപക്ഷത്തോടെ ചേർന്ന് പോകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഉദ്ധവിൻ്റെ അടുത്ത നീക്കം എന്താകുന്ന ഏവരും ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.